നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടിക്കുളം വെള്ളാഞ്ചേരിയിൽ കാട്ടാന ആദിവാസി വൃദ്ധനെ ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആലത്തൂർ കോളനിയിലെ കുഞ്ചിലൻ. ആനയുടെ പരാക്രമത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ. ക്ഷുഭിതരായ നാട്ടുകാർ വനപാലകർക്കെതിരെ. കാട്ടിക്കുളത്ത് ഹർത്താൽ ആചരിച്ചു. ഫ്രീഡം ടു മൂവ് ഹൈവേ ഉപരോധം നാളെ മുതൽ. ഉപരോധ സമരം ബത്തേരി ട്രാഫിക് ജംഗ്ഷനിൽ. രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ തീയിട്ടു നശിപ്പിക്കുന്നത് മേപ്പാടിയിൽ തുടർക്കഥ. 2 വർഷത്തിനിടെ തീയിട്ടത് നിരവധി വാഹനങ്ങൾ. പ്രതികൾ അജ്ഞാതരായി തുടരുന്നു. പ്രതി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജാമ്യക്കാരിയുടെ കിടപ്പേടം കുളം തോണ്ടാൻ റിക്കവറി. ആദിവാസി വൃദ്ധയ്ക്ക് സ്ഥലം പരസ്യലേലത്തിന് നോട്ടീസ്. കുരുമുളക് വില വീണ്ടും താഴോട്ട്. കിലോയ്ക്ക് 450 രൂപ. ഇറക്കുമതി കർഷകർക്ക് വിനയായി. ആദിവാസി യുവാവ് നായകനായി ആദ്യ മലയാള ചിത്രം അണിയറയിൽ. ഉടലാഴത്തിൽ നായകനാവുന്നത് ഫോട്ടോഗ്രാഫർ ഫെയിം ചെതലയം പൂവഞ്ചി കോളനിയിലെ മണി. വാർത്തകൾ വിശദമായി. കാട്ടിക്കുളം വെള്ളാഞ്ചേരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന ആദിവാസി വൃദ്ധനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. കാട്ടിക്കുളം ആലത്തൂർ കോളനിയിലെ കുഞ്ചിലനെയാണ് ആന ചവിട്ടിക്കൊന്നത്. 65 വയസ്സായിരുന്നു. ഇന്ന് കാലത്ത് പ്രദേശത്തിറങ്ങിയ കാട്ടാന സ്കൂട്ടിയും ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും ആക്രമിച്ച് കേടുവരുത്തി. കുപിതരായ നാട്ടുകാർ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ തിരിഞ്ഞെങ്കിലും പോലീസ് സേന ഇവരെ രക്ഷപ്പെടുത്തി. കുഞ്ചിലനെ ആക്രമിച്ചത് തോട്ടത്തിൽ നിന്ന് കാട്ടാനയെ വനത്തിലേക്ക് തുരത്തുന്നതിനിടെ. രാവിലെ പ്രദേശത്തിറങ്ങിയ ആന സ്കൂട്ടി, ബൈക്ക്, ഓട്ടോറിക്ഷ, പിക്കപ്പ് വാൻ തുടങ്ങിയവ ആക്രമിച്ച് കേടുവരുത്തിയിരുന്നു. ഇതിനുശേഷം തിരിച്ചു പോകുന്നതിനിടെയാണ് വെള്ളാഞ്ചേരിയിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കുഞ്ചിലിനെ ചവിട്ടിക്കൊന്നത്. രാവിലെ ആനയുടെ ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ച വാഹനങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും കാട്ടാന ശല്യത്തിന് അടിയന്തരമായ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും OR കേളു MLA സാന്നിധ്യത്തിൽ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പിരിയാൻ നേരത്താണ് കുഞ്ചലിനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവരം അറിയുന്നത്. ഇതോടെ പ്രകോപിതരായ നാട്ടുകാർ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ തിരിഞ്ഞെങ്കിലും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇടപെട്ട ജീവനക്കാരെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി. രാവിലെ മുതൽ പ്രദേശത്ത് ആനശല്യം രൂക്ഷമായിരുന്നു. നാട്ടുകാരും വനപാലകരും ആനയെ വനത്തിലേക്ക് തുരത്തുന്നതിനിടയിലാണ് തോട്ടത്തിൽ പണിയെടുക്കുന്ന കുഞ്ചലിനെ ആന ആക്രമിക്കുന്നത്. കുഞ്ചലിനെ കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് തോട്ടത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. പിന്നെ എന്നും ഇങ്ങനെ ആന വരികയാണെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് തന്നെ ആനേനെ കണ്ട് ഞങ്ങൾ ഓടി ഞങ്ങൾ 2-3 ആൾ വീണ്. അപ്പോൾ ഇങ്ങനെ തോട്ടത്തിൻ്റെ ഉള്ളിൽ വരുന്ന ആനേനെ കാണില്ല. അതിനു വേണ്ടി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ശക്തിയുള്ള ഫെൻസിങ് ഇടുക. ആനയും എല്ലാ മൃഗങ്ങൾക്കും ശക്തിയുള്ള ഫെൻസിങ് ഇട്ടിട്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ആക്കി തരണം. എന്നും മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ ആന, പന്നി അങ്ങനെയുള്ള വന്യമൃഗങ്ങളെ കൊണ്ട് ഇത്രയും മെയിൻ റോഡ് സൈഡിലൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. തിരുനെല്ലി പഞ്ചായത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിയുന്ന 80ാമത്തെ ജീവനാണ് കുഞ്ചിലന്റേത്. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുഞ്ചിലനെ ആന ചവിട്ടിയറച്ച് വലിച്ചെറിഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞത് സംഘർഷമുണ്ടാക്കി. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കാട്ടിക്കുളം ടൗണിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിച്ചു. രാവിലെ സമീപത്തെ തോട്ടത്തിലിറങ്ങിയ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തുന്നതിനിടയിലാണ് കുഞ്ചിലാൻ ആനയുടെ മുമ്പിൽപ്പെടുന്നത്. ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുഞ്ചിലാനെ ആന ചവിട്ടിക്കൂട്ടിയെറിഞ്ഞു. മൃതദേഹം തിരുനെല്ലി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ജില്ലാ കലക്ടർ സ്ഥലത്തെത്തണമെന്നാവശ്യപ്പെട്ട് മൃതദേഹം കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു. MLA OR കേളു, തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് മായാദേവി, നോർത്ത് വയനാട് DFO P പ്രസാദ്, മാനന്തവാടി തഹസിൽദാർ NI ഷാജു എന്നിവർ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് തിരുനെല്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടിക്കുളത്ത് ഹർത്താൽ നടത്തി. നമ്മൾ ആന ദിവസം വന്നുകൊണ്ടിരിക്കും. ഈ വാച്ചർമാരെ നിർത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, കൃത്യമായ തീരുമാനമായിട്ടില്ല. നമ്മൾ മിനിസ്റ്റർ ലെവൽ തീരുമാനമെടുത്തെന്ന് ഓരോ 3 കിലോമീറ്ററിനും അല്ലേ വാച്ചർമാരെ നിർത്താന്നുള്ള ഒരു വാച്ചർ തീരുമാനം എടുത്ത് താഴോട്ട് നിർദ്ദേശം തന്നിട്ടുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രീഡം ടു മൂവിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ അനിശ്ചിതകാലം ഹൈവേ ഉപരോധിക്കും. രാവിലെ 9:30 മുതൽ ബത്തേരി ട്രാഫിക് ജംഗ്ഷനിലാണ് ഉപരോധം. വിഷയത്തിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും വരെ ഹൈവേ ഉപരോധിക്കാനാണ് നീക്കം.
ദേശീയപാത 766 കഴിഞ്ഞ 8 വർഷമായി നിലനിൽക്കുന്ന രാത്രിയാത്രാ നിരോധനം നീക്കുക, ഇതിനാവശ്യമായ നടപടികൾ സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബത്തേരി കേന്ദ്രീകരിച്ച് രൂപം കൊണ്ട യുവജന കൂട്ടായ്മയായ ഫ്രീഡം ടു മൂവ് ഹൈവേ ഉപരോധിക്കുന്നത്. രാത്രിയാത്രാ നിരോധന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ അഭിഭാഷകനെ നിയമിക്കുക, അഭിഭാഷക പാനൽ വയ്ക്കുക, നിരോധനം നീക്കുന്നതിനായി കർണാടക സർക്കാരുമായി ചർച്ച ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. രാവിലെ 9:30 ബത്തേരി ട്രാഫിക് ജംഗ്ഷനിലാണ് ഉപരോധം. വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നതുവരെ ദേശീയപാത അനിശ്ചിതകാലം ഉപരോധിക്കാനാണ് ഫ്രീഡം ടു മൂവിന്റെ തീരുമാനം. ഫ്രീഡം ടു മൂവിന്റെ സമരത്തിന് പിന്തുണ അറിയിച്ച് നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം അനിശ്ചിതകാലം ദേശീയപാത ഉപരോധിച്ചാൽ ഗതാഗത സ്തംഭനം ഉണ്ടാവുമെന്നതിൽ സംശയവുമില്ല. ഫ്രീഡം ടു മൂവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭമാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ രാവിലെ 9 മണി മുതൽ ദേശീയപാത ഉപരോധിക്കുകയാണ് ഫ്രീഡം ടു മൂവിന്റെ പ്രവർത്തകർ. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ ഏറ്റവും മികച്ച ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തുക, അതുപോലെ തന്നെ കർണാടകയുമായിട്ട് കേസിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കർണാടക എടുക്കുന്നതിന് വേണ്ടി കർണാടകയുമായിട്ട് മന്ത്രിതല ചർച്ചകൾ നടത്തുക, അതുപോലെ ഈ പാത അടച്ചിടുന്നത് കൊണ്ടുള്ള ഒരു നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടൊരു സാമ്പത്തിക സർവേ നടത്തുക, രാത്രിയാത്രാ നിരോധനം നിലവിലുള്ള കാലത്തോളം രാത്രി നടത്തുന്ന ബസ് സർവീസുകളുടെ എണ്ണം കൂട്ടുക, അങ്ങനെ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉപരോധം നടത്തുക. ബത്തേരി ട്രാഫിക് ജംഗ്ഷനിലായിരിക്കും ഉപരോധം. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഹൈവേ ഉപരോധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് സംഘടനയുടെ തീരുമാനം. വയനാട് ന്യൂസ്, ബത്തേരി. രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നത് മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിവായി. 2 വർഷത്തിനിടെ നിരവധി വാഹനങ്ങൾ കത്തിച്ചാമ്പലായിട്ടും തീവെച്ചവരെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വാഹനങ്ങൾ കത്തിച്ചു കളയുന്നത് ആവർത്തിച്ചിട്ടും പ്രതികളെ പിടിക്കാത്ത പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ സാബുവിന്റെ ഏക ഉപജീവനമാർഗമായിരുന്ന ഓട്ടോറിക്ഷ രാത്രി വഴിയരികിൽ വെച്ചാണ് കത്തിച്ചു കളഞ്ഞത്. ഇതു സംബന്ധിച്ച പരാതിയിൽ പോലീസ് എന്ത് തുടർ നടപടി സ്വീകരിച്ചെന്നറിയില്ല. ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ ജീവനക്കാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തിയതാണ്. പുതിയ പാടിയിലും സ്വകാര്യ വ്യക്തിയുടെ ഇരുചക്രവാഹനം സാമൂഹിക വിരുദ്ധർ തീയിട്ടു നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചുളുക്കയിൽ കെ റിയാസിന്റെ ഓട്ടോറിക്ഷ തീയിട്ടു നശിപ്പിച്ചു. പോലീസ് കേസെടുക്കുന്നുണ്ടെന്നല്ലാതെ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നില്ലെന്ന പരാതി സജീവമാണ്. സമാന സ്വഭാവമുള്ള കേസുകൾ ആവർത്തിക്കുമ്പോൾ അതിനു പിറകിലെ വൈരാഗ്യബുദ്ധിക്ക് മനോരോഗമോ രാഷ്ട്രീയ കാരണമോ സാമ്പത്തിക കാരണമോ സാമുദായിക വിദ്വേഷമോ ഉണ്ടോ എന്നറിയാൻ പോലീസ് വിശദ പരിശോധന നടത്തുന്നില്ല. കോഴിക്കോടും മലപ്പുറത്തും മറ്റും വാർത്തയായ തിയേറ്റർ കത്തിക്കൽ പോലെ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലാണോ എന്ന് പോലും പോലീസ് പരിശോധിക്കുന്നില്ല. 2 വർഷമായി ആവർത്തിക്കുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു തുമ്പുണ്ടാക്കാൻ കഴിയാത്ത പോലീസിനെതിരെ സമരപരിപാടിയുമായി രംഗത്തിറങ്ങാനൊരുങ്ങുകയാണ് ഡ്രൈവർമാരുടെ സംഘടനകളും നാട്ടുകാരും. സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പോലീസ് കണ്ടില്ലെന്ന് നടിക്കാൻ കാരണമെന്തെന്ന് വ്യക്തമല്ല. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. വൃക്കരോഗിയായ വടുവഞ്ചാൽ കുറ്റിയാങ്കൽ ജനീഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനം സ്വരൂപിക്കുന്നതിന് വടുവഞ്ചാൽ ബത്തേരി റൂട്ടിൽ 12 സ്വകാര്യ ബസ്സുകൾ ജീവകാരുണ്യ സർവീസ് നടത്തി. ഗുരുതരമായ വൃക്കരോഗം ബാധിച്ച് 1 വർഷമായി ചികിത്സയിൽ കഴിയുന്ന ജിനീഷിന് ഡോക്ടർമാർ ഇപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന് 10 ലക്ഷത്തിൽ പരം രൂപ ആവശ്യമായി വരും. രോഗിയും നിർധനനുമായ ജിനീഷിന് ഈ ഭാരിച്ച തുക കണ്ടെത്താൻ കഴിയുന്നില്ല. ഭാര്യയും പിഞ്ചുകുഞ്ഞുമുള്ള 27-കാരനായ ജിനീഷിനെ സഹായിക്കാൻ ഈ സാഹചര്യത്തിലാണ് മൂപ്പൈനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാൻ സൈദലവി, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ തുടങ്ങിയവർ രക്ഷാധികാരികളായി ജിനീഷ് സഹായനിധി രൂപീകരിച്ചത്. സഹായനിധി സ്വരൂപിക്കുന്നതിന് വടുവഞ്ചാൽ SBI ബ്രാഞ്ചിൽ 36 54 96 33 62 5 എന്ന നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. SBIN 00119222 IFSC കോഡ്. വടുവഞ്ചാൽ ബത്തേരി റൂട്ടിലെ ബസ് ജീവനക്കാർ 1 ദിവസത്തെ വേതനം ജിനീഷിന്റെ ചികിത്സാ സഹായത്തിന് നൽകും. ബസ്സിലെ യാത്രക്കാർക്ക് ഇന്ന് ടിക്കറ്റിനു പകരം ബക്കറ്റുകളുമായി യാത്രക്കാരെ സമീപിച്ചു. ബസ് ഓണേഴ്സ് ആൻഡ് സ്റ്റാഫ് ആണ് ഇന്നത്തെ ജീവകാരുണ്യ യാത്രയുടെ സംഘാടകർ. വടുവഞ്ചാൽ ടൗണിലെ ഓട്ടോറിക്ഷക്കാരും 1 ദിവസത്തെ വേതനം ചികിത്സാ സഹായനിധിയിലേക്ക് സംഭാവന ചെയ്തു. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. കേസിൽ പ്രതിയായ വ്യക്തി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും കേസിൽ ജാമ്യക്കാരിയായ ആദിവാസി വൃദ്ധയുടെ കിടപ്പേടം പരസ്യലേലത്തിന് വെക്കാൻ ചീരാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നോട്ടീസ്. ആദിവാസികൾക്ക് കിടപ്പേടമുണ്ടാക്കാൻ ഭരണകൂട സന്നാഹങ്ങൾ ഭൂമി അന്വേഷിക്കുന്ന ഭഗീരഥ പ്രയത്നം തുടരുന്നതിനിടെയാണ് സഹോദരന്റെ കേസിൽ ജാമ്യം നിന്ന 5000 രൂപയ്ക്ക് ആദിവാസി വൃദ്ധയുടെ കുഴിമാടം കുളം തോണ്ടാൻ കണ്ണില്ലാത്ത നീതി ഇറങ്ങിപ്പുറപ്പെടുന്നത്. 2007 കോളനിയിലെ നാരായണനും കരിമ്പനും തമ്മിലുണ്ടായ അടിപിടിയിൽ കരിമ്പൻ മരണപ്പെട്ടു. കേസിൽ നാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നാരായണനെ ജാമ്യത്തിലെടുത്തത് അമ്മ ബസവിയും സഹോദരി കുള്ളത്തിയുമായിരുന്നു. ബസവി 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. നാരായണൻ കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ കുള്ളത്തിയും ബസവിയും നാരായണനെ കൈയോടെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു.
തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാരായണൻ ശിക്ഷ അനുഭവിച്ചു. ശിക്ഷ കഴിഞ്ഞ് നാരായണൻ പുറത്തിറങ്ങിയതിന്റെ ജയിൽ രേഖകളൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് നാരായണൻ പറയുന്നു. ജയിൽ രേഖ സമർപ്പിക്കാത്തതുകൊണ്ടാണത്രേ ജാമ്യക്കാർക്കെതിരെ നടപടി തുടരുന്നത്. പ്രതി ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ജാമ്യം നിന്നതിന്റെ പേരിൽ കുള്ളത്തിയുടെയും ബസവിയുടെയും സ്ഥലം പരസ്യലേലത്തിന് വെക്കുന്നതിന്റെ ക്ലറിക്കൽ സാങ്കത്യങ്ങൾ പാവം ആദിവാസികൾക്കറിയില്ല. കുള്ളത്തിക്ക് 3 പെൺമക്കളാണ്. ആദിവാസി ഉന്നമനത്തിന് ശ്രമിക്കുന്ന ഒരു സംഘടനകളും ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല. ട്രൈബൽ വകുപ്പോ മറ്റ് സംഘടനകളോ ഇവർക്ക് സഹായഹസ്തവുമായി എത്തിയിട്ടില്ല. ജപ്തി നടപടികളിൽ നിന്നും രക്ഷിക്കണമെന്ന ഇവരുടെ മുറവിളി ആരും കേട്ട ഭാവം നടിക്കുന്നില്ല. ഇപ്പൊ എന്താ ജപ്തിക്കുള്ള അതിന്റെ സ്ഥിതി എന്താ? ജപ്തിയായിട്ടാണ് ഈ പിന്നെ എപ്പോഴും പൈസ അടയ്ക്കണമെന്നും പറഞ്ഞ് വില്ലേജുകാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ അടയ്ക്കാനുള്ള കാശും ഇല്ല. എൻ്റെ മക്കളാണെങ്കിൽ 2 മക്കളും സുഖമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ പണിയെടുക്കുന്ന പൈസ എടുത്തിട്ടാണ് മക്കൾക്കൊക്കെ മരുന്ന് മേടിക്കലും ചിലവാക്കലും. അപ്പം ഞങ്ങൾക്ക് വില്ലേജിൽ അടയ്ക്കാനുള്ള കാശില്ല കയ്യിൽ, പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് CPI ബത്തേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മുനിസിപ്പാലിറ്റി ഓഫീസ് പരിസരത്ത് ധർണ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ഗീവർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സുധീഷ് അധ്യക്ഷനായിരുന്നു. A. ഭാസ്കരൻ, AO ഗോപാലൻ, പ്രഭാകരൻ നായർ, സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. SUCI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. GST പിൻവലിക്കുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്രതിഷേധ പരിപാടി PK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. PK ഭഗത് അധ്യക്ഷനായിരുന്നു. ഇമാമുദ്ദീൻ, ദേവസ്യ പുറ്റനാൽ, മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. പൂതാടി മണ്ഡലം നെയ്ക്കുപ്പ, നടവയൽ, പുഞ്ചക്കുന്ന് ബൂത്തുകളുടെ കുടുംബസംഗമം കോൺഗ്രസ് നേതാവ് K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. EP വർഗീസ് അധ്യക്ഷനായിരുന്നു. MC സക്കറിയ, ബിജു ഇരട്ടമുണ്ടാക്കാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ആദരിക്കൽ, വൃക്ഷത്തൈ നടൽ, പരീക്ഷാ വിജയികളെ ആദരിക്കൽ എന്നിവ നടത്തി. സംസ്ഥാനത്ത് ഏത് ഭരണമാണ് വേണ്ടത് ജനം തീരുമാനിക്കണം. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ശക്തരാകുക എന്നതാണ്, നമ്മൾ കരുത്തരാകുക എന്നതാണ്. ആ കരുത്തരാവാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് ഈ കുടുംബസംഘം. രോഗികളും പ്രായമായവരുമായ യാത്രക്കാർക്കായി ബത്തേരി പഴയ ബസ് സ്റ്റാൻഡിൽ വീൽചെയർ സംവിധാനമൊരുക്കി. സംവിധാനം നഗരസഭാ ചെയർമാൻ CK സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി SI ബിജു ആന്റണി അധ്യക്ഷനായിരുന്നു. ജനമൈത്രി CRP അബ്ദുൾ സലാം, ഹനീഫ, സണ്ണി ജോസ്, കൗൺസിലർമാരായ K. റഷീദ്, MC ശരത്, ജനമൈത്രി അംഗങ്ങളായ രാമകൃഷ്ണൻ, P. പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുരുമുളക് വില വീണ്ടും താഴേക്ക്. അടിക്കടി വില കുറഞ്ഞ് കിലോയ്ക്ക് 450 രൂപയാണ് ഇന്ന് വിപണി വില. വിയറ്റ്നാം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യാപക ഇറക്കുമതിയാണ് വില കുറയാൻ കാരണം. ജില്ലയിലെ കുരുമുളക് കർഷകർക്ക് ഇരട്ടടിയായാണ് കുരുമുളക് വില വീണ്ടും താഴേക്ക് പതിക്കുന്നത്. വിപണിയിൽ നിന്ന് കുരുമുളക് കിലോയ്ക്ക് 450 രൂപയാണ് വില. ഈ വർഷമാദ്യം 610 രൂപ വരെ ഉണ്ടായിരുന്ന കുരുമുളകിനാണ് വില കൂപ്പുകുത്തി കിലോയ്ക്ക് ഇപ്പോൾ 450 നിൽക്കുന്നത്. വിയറ്റ്നാം, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നും വ്യാപകമായി കുരുമുളക് ഇറക്കുമതി ചെയ്യുന്നതാണ് വില കുറയാൻ കാരണം. ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്ന കുരുമുളക് വില കുറച്ച് വിപണിയിൽ വിൽപ്പന നടത്തുന്നതും വില കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. 2 ലക്ഷം ടൺ കുരുമുളകാണ് ഇരു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. ഇതിൽ 1.5 ലക്ഷം ടൺ വിൽപ്പന നടത്തിയതായാണ് കച്ചവടക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ബാക്കിയുള്ള കുരുമുളക് കൂടി വിൽപ്പന നടന്നാൽ ഇന്ത്യൻ കുരുമുളകിന് വില ഉയരുമെന്നുമാണ് പ്രതീക്ഷ. നിലവിൽ ഇന്ത്യയിൽ 55,000 ടൺ കുരുമുളക് ആഭ്യന്തര ഉപയോഗത്തിനായി ചെലവഴിക്കുന്നുവെന്നാണ് കണക്ക്. എന്നാൽ ഉൽപ്പാദനം 40,000 ടണ്ണിൽ താഴെയുമാണ്. എന്നിട്ടും വില കുറയാൻ കാരണം ഇത്തരത്തിൽ വ്യാപകമായുള്ള ഇറക്കുമതിയാണ്. അതേസമയം അടുത്ത കാലത്തായി കാലാവസ്ഥയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനം ഇത്തവണയും കുരുമുളക് ഉൽപ്പാദനം കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ നമ്മുടെ മുളക് ഒന്ന് ലിറ്റർ വെയിറ്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മുളകിനിപ്പം 430 ആണ് മാക്സിമം കിട്ടുന്നത്. 450 ഇപ്പോൾ ബത്തേരി മുളകിൻ്റെ സ്ഥലത്ത് കിട്ടുന്നത്. എന്നാൽ വിയറ്റ്നാം മുളക് ഗോൾഡ് പെർസെൻറ്റ് കുറവാണെങ്കിലും അത് ചവല സൈസാണ് ഉള്ളത്. ആ മുളക് പിന്നെ 560-570 ലിറ്റർ വരെ കിട്ടുന്നുണ്ട്. നമ്മുടെ മുളക് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിന് ശേഷം അത് ഗോൾഡ് പെർസെൻറ്റ് കണക്കാക്കിയിട്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ഫോട്ടോഗ്രാഫർ ഫ്രെയിം മണി വീണ്ടും വെള്ളിത്തിരയിൽ. ഉടലാഴത്തിൽ ഗുളികൻ എന്ന ഭിന്നലിംഗ കഥാപാത്രത്തെ എത്തിച്ചാണ് ചിതലയം പൂവഞ്ചി കോളനിയിലെ മണി മലയാള സിനിമയിൽ വീണ്ടും വാർത്തയാകുന്നത്. മോഹൻലാലിനൊപ്പം ഫോട്ടോഗ്രാഫറിലെ ബാലനെ അവതരിപ്പിച്ചതിന്റെ റെപ്യൂട്ടേഷൻ 12 വർഷത്തിന് ശേഷം റിലീസാവുന്ന ഉടലാഴത്തിലെ നായക പരിവേഷത്തിന് തുണയാക്കും. ഉടലാഴത്തിൽ അനിമോളാണ് മണിയുടെ നായിക.
മനസ്സുകൊണ്ട് പെണ്ണും രൂപം കൊണ്ട് ആണുമായി ജീവിക്കേണ്ടി വരുന്ന ഗുളികന്റെയും ഭാര്യ മാതിയുടെയും ജീവിത സംഘർഷങ്ങളാണ് ഉടലാഴം എന്ന സിനിമ. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു ആദിവാസി യുവാവ് നായക കഥാപാത്രമാകുന്ന ആദ്യ സിനിമയാണ് ഉടലാഴം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 4 ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഡോക്ടേഴ്സ് ഡിലേമയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറിൽ അഭിനയിച്ചതിന് ശേഷം ഏതാനും ഡോക്യുമെന്ററികളിൽ മണി അഭിനയിച്ചിരുന്നു. പലരും പ്രതിഫലം നൽകിയില്ലെന്ന് മണി പറഞ്ഞു. തുടർന്ന് കുടകിൽ ഇഞ്ചിപ്പാടത്ത് ജോലിക്ക് പോവുകയായിരുന്നു മണി. സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവള കൊടകിൽ നിന്നാണ് മണിയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഉടലാഴത്തിൽ മണിയുടെ ഭാര്യ പവിഴവും മക്കളായ മനീഷ, അനഘ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. അനിമോൾ, സജിനി മഠത്തിൽ, ജോയ് മാത്യു, ഇന്ദ്രൻസ്, രമ്യ വത്സലൻ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങൾ. നിലമ്പൂർ, ചെന്നൈ, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഷൂട്ടിംഗ്. ആദിവാസികളുടെ ഭാഷയിൽ തന്നെയാണ് നായക കഥാപാത്രത്തിന്റെയും സംഭാഷണങ്ങൾ. ആദിവാസികളുടെ ജീവിതവും സംസ്കാരവും പ്രകൃതിയോടുള്ള സമന്വയവും കുടുംബ ബന്ധങ്ങളുമെല്ലാം ഉടലാഴത്തിൽ കാണാം. ഈ ഡോക്യുമെന്ററി ചെയ്തിട്ട് അവരെല്ലാവരും പൈസ തരാണ്ട് പോയപ്പോൾ ഭയങ്കര മടിയായിരുന്നു. പിന്നെ സിനിമയിൽ അഭിനയിക്കാനും ഡോക്യുമെന്ററി ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര മടിയായിരുന്നു. അവരെ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. കൂലിപ്പണി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഉണ്ണേട്ടം വിളിക്കുന്നത്. എവിടെയാണ് ചോദിച്ചത്? ഞാൻ പറഞ്ഞ കർണാടകയിലാണ്, ഇഞ്ചിപ്പണിയാണ്. ഞാനിപ്പോൾ സിനിമ ചെയ്യുന്നുണ്ട്, അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ ഇവിടുന്ന് 1 മാസം എടുത്താലേ എനിക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ കുറേ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു അതിൽ നമുക്ക് ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് വിളിച്ചു. ഉണ്ണേട്ടൻ വന്നു. ഉണ്ണേട്ടനും സതീഷേട്ടനും കൂടെ ഫസ്റ്റ് വന്നത്. കുറേ ഇങ്ങനെ സംസാരിച്ചു, സിനിമയെ കുറിച്ചും അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും എന്ന സ്ഥലത്താണ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും ഇത് ചെയ്യണം, എന്തായാലും മണിയെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. അമ്പലവയൽ ടാഗോർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സ്വാശ്രയ സംഘവും ചേർന്ന് സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം NP കുഞ്ഞുമോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K ഷമീർ അധ്യക്ഷനായിരുന്നു. ക്ലബ്ബ് സെക്രട്ടറി KR അനിൽ, A രാജൻ, K മുജീബ്, KR ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് കായക്കുന്ന് 194 നമ്പർ ബൂത്ത് കമ്മിറ്റി ഇന്ദിരാജി ജന്മശതാബ്ദി ആഘോഷവും കുടുംബസംഗമവും നടത്തി. DCC പ്രസിഡന്റും MLAയുമായ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. KL പൗലോസ്, ND അപ്പച്ചൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കൽ തുടങ്ങിയവ നടത്തി. ബൂത്ത് പ്രസിഡന്റ് ബേബി തുരുത്തിയിൽ അധ്യക്ഷനായിരുന്നു. ഭക്ഷണം ലഭിക്കാത്തതിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ബാലിശമായ രാഷ്ട്രീയ പ്രവർത്തനം UDF ജനപ്രതിനിധികൾ നിർത്തണമെന്ന് പൂതാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഫി ബോർഡ് നടത്തിയ കാപ്പി കർഷക സെമിനാറിൽ പങ്കെടുക്കാത്ത അംഗത്തിന് സെമിനാർ നടത്തിയവർ ഭക്ഷണം നൽകാത്തതിന് ഭരണസമിതിയാണ് ഉത്തരവാദിയെന്ന് പറയുന്ന തരംതാഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതിനിധികൾക്ക് ചേരാത്തതാണ്. യാതൊരു അനുമതിയും ലഭിക്കാതെ ഉദ്ഘാടന പ്രഹസനം നടത്തിയ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ രേഖയും ശരിയാക്കി പൊതുജനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. കൂടാതെ ഭരണ നേട്ടവുമായി 3 അവാർഡ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ശ്രീജ സാബു, TR രവി, ബിന്ദു ദിവാകരൻ, AD പ്രാർത്ഥന, MK ബാലൻ, AI റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആ 11:45 പോയ ഞങ്ങൾ അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഇവിടെ 3 മണിയോട് കൂടിയാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ആ വൈസ് പ്രസിഡന്റാണ് ഭക്ഷണം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണം നടത്തി അവരെ തേജോധനം ചെയ്യുക, ഭരണസമിതിയെ തേജോധനം ചെയ്യുക, അതാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജ്ഞാനം എന്ന പേരിൽ അഖില വയനാട് ഓപ്പൺ ക്വിസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മീനങ്ങാടി ക്ഷീരസംഘം ഹാളിൽ ഈ മാസം 30-ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 3001 രൂപയും 2ാം സ്ഥാനം 2001 രൂപയും 3ാം സ്ഥാനം 1001 രൂപ ക്യാഷ് അവാർഡും ഇന്ദിരാ പുരസ്കാരവും നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് വിപുലമായ പരിപാടികളാണ് ബത്തേരി നിയോജക മണ്ഡലത്തിൽ ആസൂത്രണം ചെയ്യുന്നത്. അവരുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ജൂലൈ 30-ാം തീയതി അഖില വയനാട് ക്വിസ് മത്സരം ജ്ഞാനം എന്ന പേരിൽ ഇതിൽ പ്രതിപക്ഷ
പഴശ്ശിരാജ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഫോർ റിസർച്ച് എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു. UGC ധനസഹായത്തോടെയാണ് ഓഗസ്റ്റ് 1-2 തീയതികളിൽ ശില്പശാല സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 1 രാവിലെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ A.O. റോയിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കോളേജ് രക്ഷാധികാരി ബിഷപ്പ് ജോസഫ് മാർ തോമസ് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് മാനന്തവാടി മേരിമാത കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ തോമസ് മോണോത്ത വിഷയം അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തും. 2 ദിവസത്തെ ശില്പശാലയിൽ കോഴിക്കോട് ദേവഗിരി കോളേജിലെ ഫാദർ തോമാച്ചൻ, തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ രാജേഷ്, തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കെ ബിജു, കൽപ്പറ്റ NMSM ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ബിജു എബ്രഹാം, മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ കെ നാഗരാജൻ എന്നിവരടക്കം കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രഗത്ഭ വ്യക്തികൾ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ A.O. റോയി, ഫാദർ ടോണി കോഴിമണ്ണിൽ, പ്രൊഫസർ നീത ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടിക്കുളം വെള്ളാഞ്ചേരിയിൽ കാട്ടാന ആദിവാസി വൃദ്ധനെ ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആലത്തൂർ കോളനിയിലെ കുഞ്ചിലൻ. ആനയുടെ പരാക്രമത്തിൽ വാഹനങ്ങൾക്കും കേടുപാടുകൾ. ക്ഷുഭിതരായ നാട്ടുകാർ വനപാലകർക്കെതിരെ. കാട്ടിക്കുളത്ത് ഹർത്താൽ ആചരിച്ചു. ഫ്രീഡം ടു മൂവ് ഹൈവേ ഉപരോധം നാളെ മുതൽ. ഉപരോധ സമരം ബത്തേരി ട്രാഫിക് ജംഗ്ഷനിൽ. രാത്രിയുടെ മറവിൽ വാഹനങ്ങൾ തീയിട്ടു നശിപ്പിക്കുന്നത് മേപ്പാടിയിൽ തുടർക്കഥ. 2 വർഷത്തിനിടെ തീയിട്ടത് നിരവധി വാഹനങ്ങൾ. പ്രതികൾ അജ്ഞാതരായി തുടരുന്നു. പ്രതി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജാമ്യക്കാരിയുടെ കിടപ്പേടം കുളം തോണ്ടാൻ റിക്കവറി. ആദിവാസി വൃദ്ധയ്ക്ക് സ്ഥലം പരസ്യലേലത്തിന് നോട്ടീസ്. കുരുമുളക് വില വീണ്ടും താഴോട്ട്. കിലോയ്ക്ക് 450 രൂപ. ഇറക്കുമതി കർഷകർക്ക് വിനയായി. ആദിവാസി യുവാവ് നായകനായി ആദ്യ മലയാള ചിത്രം അണിയറയിൽ. ഉടലാഴത്തിൽ നായകനാവുന്നത് ഫോട്ടോഗ്രാഫർ ഫെയിം ചെതലയം പൂവഞ്ചി കോളനിയിലെ മണി. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.